തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ഒട്ടേറെ പരാമർശങ്ങളും ബജറ്റിന്റെ ഭാഗമായി ഇടം പിടിക്കുന്നുണ്ട്. ശ്രീ ജയസൂര്യൻ, ശബരിമലയിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിലെ അധികാരം ഉത്തരേന്ത്യയിലെ നദികൾ ശുചീകരിക്കാനും അവിടെ മാലിന്യമിടാതിരിക്കാൻ അതിനുവേണ്ടി കാവൽ ഉൾപ്പെടെ ഏർപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ ശബരിമലയ്ക്ക് വേണ്ടി എന്താണ് എന്ന ചോദ്യം അത് BJPക്ക് നേരെയും BJPയുടെ കേന്ദ്രമന്ത്രിമാർക്ക് നേരെയുമാണ് നേരത്തെ NSS സെക്രട്ടറി G. സുകുമാരൻ നായർ ഉന്നയിച്ചത്. ഇപ്പോഴത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല മാസ്റ്റർ പ്ലാനിന് പണം വകയിരുത്തുന്നു, പമ്പ ശുചീകരണത്തിന് വേണ്ടി പണം വകയിരുത്തുന്നു, ശബരിമല വിമാനത്താവളം വീണ്ടും പൊടിതട്ടി എടുത്തിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി കൂടി കണക്ട് ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് അവതരിപ്പിച്ചത്. ഇതൊരു ബജറ്റ് പോലുമല്ല. കാരണം ഈ ബജറ്റ് എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിച്ച 3 മണിക്കൂർ സമയം കൊണ്ട് അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ യാതൊരു കാര്യവും നടപ്പാക്കാനുള്ള ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ പദ്ധതികളും. അത് ശബരിമലയാണെങ്കിലും മറ്റേത് പദ്ധതിയാണെങ്കിലും. കാരണം 10 വർഷമാവുന്നു ഈ ഭരണം ഇവിടെ തുടരുന്നു. ശബരിമല പമ്പ ശുദ്ധീകരിക്കണമെങ്കിൽ, ശബരിമലയെ രക്ഷപ്പെടുത്തണമെങ്കിൽ, വിമാനത്താവളം ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെല്ലാം അവസരങ്ങളുണ്ടായിരുന്നു, എത്രയെല്ലാം അവസരങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം 2ാമത്തെ സർക്കാരിൻ്റെയും കാലാവധി കഴിയുമ്പോൾ മാത്രമാണ് ഈ ബോധോദയം ഉണ്ടായത് എങ്കിൽ ഇത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മാത്രമാണ്. അല്ല, പക്ഷേ ഇതിപ്പോൾ 3ാം ടൈം ആണല്ലോ. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ 3ാം ടൈം ആണ് എന്നത് കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ G. സുകുമാരൻ നായർ അതാണ് കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചത്. ഇപ്പോൾ ഈ സർക്കാരിന് ബോധോദയം ഉണ്ടായെങ്കിൽ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്, നിങ്ങളുടെ BJP സർക്കാരിന് എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ഇടപെടാൻ കഴിയാതെ പോയത് എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം, അതിനുശേഷം അങ്ങേക്ക് തുടരാം. പരിപാവനമായ പമ്പ, അതായത് അതിനകത്തൂടെ തീട്ടക്കണ്ടിയല്ലേ ഒഴുകുന്നത്, അതിൻ്റെ കീഴെ മുങ്ങിയച്ചല്ല ഈ അയ്യപ്പന്മാരവിടെ പോകുന്നത്. 10.5 വർഷമായല്ലോ കേന്ദ്രം ഭരിച്ചിട്ട്. എന്തോ ചെയ്തു? ഞങ്ങൾ ആരോടും ഉന്നയിക്കും, വന്ന ഉടനെ ഇത് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞേ കാപ്പി കൊടുക്കുള്ളൂ. അത് ഓരോരുത്തരുടെയും വീട്ടിലേക്കായിരിക്കും ലൈൻ. ഇതൊന്നും നടന്നില്ലല്ലോ സാറേ. നടന്നോ? അവർക്കിപ്പോൾ സർവാധികാരമില്ലേ? എന്താ ചെയ്യാഞ്ഞ്? ഞങ്ങൾ ഹിന്ദുവിൻ്റെ എല്ലാം കുത്തക ഞങ്ങൾക്കാന്ന് പറയുന്നുണ്ട്. എന്തോ ഇത് ശബരിമലയ്ക്ക് വേണ്ടി? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമല്ലേ. G. സുകുമാരൻ നായരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണമാണ്. അതിൻ്റെ തുടർച്ചയായി കൂടി ബജറ്റിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെ, പമ്പാ നദി ശുചീകരണത്തെ നമുക്ക് കാണേണ്ടി വരുന്നു. ശ്രീ ജയസൂര്യൻ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ഉചിതമായ വിമർശന സാഹചര്യത്തിൽ ഉചിതമായ ഇടപെടലെന്ന് പോസിറ്റീവായി നമുക്ക് കണ്ടുകൂടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഈ ബജറ്റിന്റെ ഭാഗമായി? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഈ 10ാമത്തെ വർഷമാണല്ലോ ഈ പ്രതികരണം ഉണ്ടായത്. അതും ശ്രീ G. സുകുമാരൻ നായർ അതിശക്തമായി പ്രതികരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ശബരിമല ക്ഷേത്രം. കേന്ദ്രമല്ല ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത്. അതുപോലെ തന്നെ മമാമി ഗംഗ എന്ന് പറയുന്ന ഗംഗാ ശുചീകരണ പദ്ധതി എല്ലാ പ്രദേശത്തെ എല്ലാ നദികൾക്കും വേണ്ടിയുള്ളതാണ്. അത്തരം പദ്ധതികളിൽ പ്രോജക്റ്റ് സമർപ്പിച്ച് കേന്ദ്രത്തോട് പണം ചോദിക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. കാരണം ഇവിടെ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ ആ സംസ്ഥാന ഗവൺമെന്റ് എന്തുകൊണ്ട് കേന്ദ്രത്തോട് പദ്ധതി ചോദിച്ചില്ല, പണം വാങ്ങിയില്ല? ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ വ്യക്തമാണ്. അല്ല, എങ്കിലും BJPക്ക് പ്രത്യേകമായ ഉത്തരവാദിത്തം കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ടില്ലേ? കോടി രൂപയാണ് കൊടുക്കുന്നത്. BJP പ്രത്യേകമായ ഉത്തരവാദിത്തം കൂടി ശബരിമലയുമായി ബന്ധപ്പെട്ടില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. ആ ഉത്തരവാദിത്തം നടപ്പാക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വഴിയേ പറ്റൂ. കാരണം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് കേന്ദ്രത്തിന് നേരിട്ട് വന്ന് ഗവർണർ ഭരണം നടത്തിക്കൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്. അതിന് BJP എതിരാണ്. കാരണം സംസ്ഥാന സർക്കാർ നിലവിലുള്ളപ്പോൾ സംസ്ഥാന സർക്കാർ വഴിയേ അത് ചെയ്യാൻ പറ്റൂ. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും കൊടുക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് എത്രയോ തവണ പറഞ്ഞു. അവിടെ സംസ്ഥാന സർക്കാർ നിശബ്ദത പാലിച്ചു, അല്ലെങ്കിൽ വളരെ കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. അതാണ് അതിന്റെ വസ്തുത. ഇനി സംസ്ഥാനത്തൊരു ഗവൺമെന്റ് ഇല്ല, പിണറായി വിജയൻ ഇല്ല, രാജിവെച്ച് പോയി, കേന്ദ്രം നേരിട്ട് ഭരിക്കുകയാണെങ്കിൽ ഓക്കെ, കേന്ദ്രത്തിന് ഇത് ചെയ്യാം. സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാന സർക്കാർ അതിന്റെ പ്രോജക്റ്റ് കൊടുത്താൽ മാത്രം മതി, പണം കൊടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രം എത്രയോ തവണ പറഞ്ഞു. ഏത് കാര്യമാണ് എങ്കിലും
ശബരിപാതയ്ക്കുള്ള റെയിൽവേ അത് അനുവദിക്കാമെന്ന് പറഞ്ഞു, അതിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഭൂമി ഇന്ന് വരെ കൊടുത്തത് എത്ര? 24 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്ത് കൊടുത്തത്. 24 ഏക്കർ കൊണ്ട് അവിടം വരെ എത്തുമോ? 2 പാതകൾ ശബരിമലയിലേക്ക് വന്നല്ലോ. ഈ 2 പാതകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് എത്ര ഏക്കർ ഭൂമിയാണ് ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്നത്? ആവശ്യമായ ഭൂമിയുടെ 10% പോലും ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതെ ഇതിനെ കേന്ദ്രത്തിൽ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ശ്രീ സുകുമാരൻ നായരുടെ ശക്തമായ പ്രതികരണത്തിന് ഒരു മറുപടി എന്നുള്ള നിലയിൽ ആ വോട്ട് ബാങ്കിനെ കൂടി സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷം ഈ ഒരു വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിവർ നടപ്പാക്കാൻ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ 10 കൊല്ലം മുമ്പേ ചെയ്യാമായിരുന്നു. സംസ്ഥാന ഭരണം 10 കൊല്ലമായിട്ട് കയ്യിലിരിക്കുകയല്ലേ. അപ്പോൾ വസ്തുതകളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഈ കേരള സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം, ഇതിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസിന്റെ 10 വർഷത്തെ ഗവൺമെന്റ് 70,000 കോടി രൂപ മാത്രം സംസ്ഥാനത്തിന് വേണ്ടി കൊടുത്തപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് 4 ലക്ഷം കോടി രൂപയിലധികമാണ് കേരളത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രയോ ഇരട്ടി തുകയാണ് കൊടുത്തത്. കേന്ദ്രം തയ്യാറാണ്, ഏത് വികസനത്തിനും തയ്യാറാണ്. പക്ഷേ കേരളം സമ്മതിക്കില്ലെങ്കിൽ, നമുക്കറിയാമല്ലോ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വൈദ്യപരിശോധനയ്ക്ക് സൗജന്യമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അത് ഏറ്റെടുത്ത് നടപ്പാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം അത് കേരളം മാത്രമാണ്. ഇവിടെ വൃദ്ധജനങ്ങൾ 20% ഉണ്ട് എന്ന് ധനമന്ത്രി പറയുന്നത് കേട്ടല്ലോ. ആ വൃദ്ധ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വയോജന ബജറ്റാണെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് വയോജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ എന്താണ് പെൻഷന്റെ കാര്യം പറയുന്നത്? എന്താണ്? അഷ്വേർഡ് പെൻഷൻ കൊടുക്കുമെന്ന്. ആരെ പറ്റിക്കാണ് ഈ അൺഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരുന്നത്? കോൺട്രിബ്യൂട്ടറി പെൻഷനെ പേര് മാറ്റിയിട്ട് അഷ്വേർഡ് പെൻഷൻ ആക്കുക. എന്തുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊടുക്കുന്നില്ല? അപ്പോൾ പെൻഷൻകാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഒക്കെ പറ്റിക്കുകയാണ്. DA കുടിശ്ശിക എല്ലാം കൂടെ കൊടുക്കും. എത്ര മാസമുണ്ട്? ഒറ്റ ഗഡു ഫെബ്രുവരിയിൽ മാത്രം കൊടുക്കും. അത് കഴിഞ്ഞാലോ? അപ്പോൾ പിന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷനായി പിന്നെ കൊടുക്കണ്ടല്ലോ. പിന്നെ അടുത്ത ഗവൺമെന്റ് കൊടുത്താൽ മതിയല്ലോ. അടുത്ത ഗവൺമെന്റ് ആര് വന്നാലും അതും ഇതുപോലെ സാങ്കേതികമായി നീട്ടിക്കൊണ്ടു പോകാമല്ലോ. ഇതൊക്കെയല്ലേ ഈ തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പിന്നിലുള്ളത്?